മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ +2 വിദ്യാർത്ഥിനികളെ ഇന്ന് പുലർച്ചെ 1:45 ചെന്നൈ എഗ്മോർ ട്രെയിനിൽ ലോണോവാലയിൽ നിന്നും RPF കണ്ടെത്തുന്നത്. തിരൂർ സ്റ്റേഷനിൽ നിന്നും പെൺകുട്ടികളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും മുംബൈയിലെ സലൂണിൽ എത്തിയ വിവരവും പെൺകുട്ടികളുടെ ആദ്യ പ്രതികരണവും പെൺകുട്ടികളെ കണ്ടെത്തിയ വിവരവും പുറത്തുവിട്ടത് 24 ആണ്. താനൂരിൽ നിന്ന് കുട്ടികളെ കാണാതാകുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30. താനൂരിലെ വീട്ടിൽ നിന്നും പരീക്ഷയ്ക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടികൾ താനൂർ ദേവദാർ സ്കൂളിൽ എത്തിയില്ല. സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ഇരുവരെയും കാണാനില്ലെന്ന വിവരം വീട്ടുകാർ അറിയുന്നത്. വീട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കുട്ടികൾക്കായി വ്യാപക തിരച്ചിൽ. ഇതിനിടെ പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. പിന്നെയും ആശങ്കയുടെ മണിക്കൂറുകൾ. കുട്ടികൾ മുംബൈയിലെത്തിയെന്ന നിർണായക വിവരം 24 പുറത്തുവിട്ടതോടെ കുട്ടികളുടെ ജീവൻ ആപത്തില്ലെന്ന ആശ്വാസം. മുംബൈ CST റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 11:15 പെൺകുട്ടികളുടെ ഫോണിന്റെ സിഗ്നൽ ലഭിച്ചതോടെ കുട്ടികൾ എവിടെയെന്നതിൽ കൃത്യത വന്നു. മുംബൈയിൽ കുട്ടികളെത്തിയ സലൂണിന്റെ വിവരങ്ങളും 24 പുറത്തുവിട്ടു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് മുംബൈയിലെ സലൂണിൽ കുട്ടികൾ മുടിവെട്ടുന്നതിനായി എത്തുന്നത്. സലൂണിലെത്തിയ കുട്ടികളുടെ ദൃശ്യം ഉടമ ലൂസി പകർത്തിയത് നിർണായകമായി. ലൂസിയുടെ ഫോണിൽ നിന്ന് പെൺകുട്ടികൾ വിളിച്ച റഹീം അസ്ലമിന്റെ പ്രതികരണം ആദ്യം നൽകിയതും 24. മുംബൈ സിറ്റിന്ന് ഫുഡിന്റെ ഒരു കാര്യം ഉണ്ടല്ലോ, അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇവര് ഓക്കെയാണ് പിരിയണത്. ലാസിയ സലൂണിലാണ് കയറിയത്. അവിടുന്നാണ് പോലെ ഈ മറ്റേ എന്താ മുടി കട്ട് അങ്ങനെന്തൊക്കെ ചെയ്തെന്നൊക്കെ പറയണത് അവർക്ക് വിളിച്ചപ്പോ. അപ്പൊ അവിടേക്കാണ് കോണ്ടാക്ട് കാരണമൊക്കെ ഞാനെല്ലാം അപ്പ പോലീസിനെ കൈമാറുന്നുണ്ട്. എന്നെ നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നു. വീട്ടിൽ നിന്ന് എന്താ ചെയ്തിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞു. വാപ്പെന്തോ ശേഷം അങ്ങനെ പ്രശ്നമായിട്ട് ഓളെ ഇറങ്ങിയതാന്നൊക്കെ പറയണത്. ഞാൻ കുറെ പറഞ്ഞ് മനസ്സിലാക്കി എന്തിനാ അങ്ങനെ ചെയ്യണം, അങ്ങനെ എങ്ങനെ. അപ്പൊ അതിനൊന്നല്ല ഞങ്ങളിപ്പോ തന്നെ പോകും. നാട്ടിലേക്ക് തിരിച്ച റഹീം റായ്ഗഡ് ജില്ലയിലെ റോഹ റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അവസാനിപ്പിച്ചിറങ്ങിയ വിവരവും 24 പുറത്തുവിട്ടു. കുട്ടികളുമായി ഫോണിൽ ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകൻ സുധീറിന്റെ പ്രതികരണവും ആദ്യം പുറത്തുവിട്ടത് 24. നിങ്ങൾ രണ്ടുപേരും, എനിക്ക് ഒരു മോളുണ്ട്, എന്റെ മോള് 17 വയസ്സ് പ്രായമുള്ളതാണ്. അപ്പൊ നിങ്ങൾ 2 പെൺകുട്ടികളാ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള് കേട്ടോ. പക്ഷെ അതില് കൊടുത്ത വയസ്സല്ല ഞങ്ങളത്. എത്ര വയസ്സുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18 വയസ്സായി. മുംബൈയിൽ നിന്നും ചെന്നൈ എഗ്മോറിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടികളെ രാത്രി 1:45 RPF കണ്ടെത്തുന്നു. ലോണാവാലയിൽ നിന്നും RPF ഇൻസ്പെക്ടർ സഞ്ജയ് സിംഗ് കുട്ടികളെ കണ്ടെത്തിയ വിവരം 24മായി പങ്കുവയ്ക്കുന്നു. ലോണാവാലയിൽ നിന്ന് പുലർച്ചെ 3 മണിയോടെ പെൺകുട്ടികളെ പൂനെ RPF ഓഫീസിലെത്തിച്ചു. അവിടെ നിന്ന് ആരോഗ്യ പരിശോധനയ്ക്കായി പൂനെയിലെ സസൂൺ ആശുപത്രിയിലേക്ക് മാറ്റി. ഇവിടെ നിന്ന് കെയർ ഹോമിലേക്ക് മാറ്റുമെന്നാണ് അവസാന വിവരം. ന്യൂസ് ഡെസ്ക് 24. കുട്ടികളെ വൈദ്യപരിശോധനയ്ക്കായി പുനെയിലെ സസൂൺ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഉച്ചയോടെ കുട്ടികളെ താനൂർ പോലീസിന് കൈമാറും. വളരെ ശ്രമകരമായ ഫലത്തിനൊടുവിൽ കുട്ടികളെ കണ്ടെത്തി. കുട്ടികളോട് സംസാരിച്ചു. സുരക്ഷിതരാണ് അവർ. നമ്മൾ സംസാരിച്ചവരായിട്ട് നമ്മൾ കണ്ടെത്തിയ സന്തോഷത്തിലും അതേസമയം വിഷമത്തിലുമാണ്. ഇനിയിപ്പോൾ വന്ന ചീത്ത പറയുന്നൊക്കെയുള്ള അത് നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. SP സാറ് വന്നപ്പം തൊട്ട് നമ്മൾ മുംബൈ SCP സാറായിട്ട് സംസാരിച്ചിട്ട് പൂനെ കൺട്രോൾ റൂമൊക്കെ ആയിട്ട് തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ആ സമയം തൊട്ട് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ്.